സങ്കീർത്തനം ഞാനിവിടെ വായിക്കുന്നു. എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു,
എന്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. എന്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോലാകുന്നു. നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യം നിന്റെ അധരങ്ങളിന്മേൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. വീരനായുള്ളവയെ നിന്റെ വാൾ അരക്കി കെട്ടുക, നിന്റെ തേജസ്സും നിന്റെ മഹിമയും തന്നെ. സത്യവും സൗമ്യതയും നീതിയും പാലിക്കേണ്ടതിന് നീ മഹിമയോടെ കൃതാർത്ഥനായി വാഹനമേറി എഴുന്നള്ളുക. നിന്റെ വലം കൈ ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഉപദേശിച്ചു തരുമാറാകട്ടെ. നിന്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവയാകുന്നു. ജാതികൾ നിന്റെ കീഴിൽ വീഴുന്നു. രാജാവിന്റെ ശത്രുക്കളുടെ നെഞ്ചത്ത് അവ തറയ്ക്കുന്നു. ദൈവമേ, നിന്റെ സിംഹാസനം എന്നുമെന്നേക്കുമുള്ളതാകുന്നു. നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദേക്ഷിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ. നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. നിന്റെ വസ്ത്രമെല്ലാം മൂറും ചന്ദനവും ലവംഗവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു. ദന്തമന്ദിരങ്ങളിൽ നിന്ന് കമ്പിനാദം നിന്നെ സന്തോഷിപ്പിക്കുന്നു. നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. നിന്റെ വലത്തുഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കം അണിഞ്ഞു നിൽക്കുന്നു. അലയോ കുമാരി, കേൾക്കാൻ നോക്കുക, ചെവി ചായ്ക്ക. സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചുകൊള്ളുക. സോർ നിവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ. കാഴ്ചവെച്ച് നിന്റെ മുഖപ്രസാദം തേടും. അന്തഃപുരത്തിലെ രാജകുമാരി ശോഭാപരിപൂർണയാകുന്നു. അവളുടെ വസ്ത്രം പൊൻകസവ് കൊണ്ടുള്ളത്. അവളെ ചിത്രത്തയ്യിലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരും. സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ അവരെ കൊണ്ടുവരും. അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കും. സർവ്വഭൂമിയിലും നീ അവരെ പ്രഭുക്കന്മാരാക്കും. ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും. അതുകൊണ്ട് ജാതികൾ എന്നുമെന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. തുടർന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി പാസ്റ്റർ മനോജ് ക്ഷണിക്കുന്നു. പാസ്റ്റർ മനോജിനെ ക്ഷണിക്കുന്നു. आइए हम प्रार्थना में अपनी आंखों को बंद करेंगे, सरों को झुकाएंगे। परमेश्वर पिता, आप सर्वशक्तिमान परमेश्वर हैं। हम धन्यवाद देना चाहते हैं यीशु मसीह के नाम से। आपने आज का दिन मुकर्रर किया कि आपकी कलीसिया, आपके लोग प्रभु स्टैनली और प्रिस्किल्ला के विवाह बंधन में गवाही देने पाए। प्रभु, हम यहां पर आपके पवित्र आत्मा के नियंत्रण में हर एक कार्यक्रम को सौंपते हैं और प्रार्थना करते हैं कि आपके लहू की जय जयकार होने पाए। इस स्थान पर प्रभु यीशु मसीह आपके नाम को महिमा मिलने पाए। धन्यवाद करते हैं, मसीह यीशु के नाम से मांगते हैं, आमीन। ദൈവത്തിന്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹീതമായിരിക്കുന്ന വിവാഹ ശുശ്രൂഷയിലേക്ക് ഇന്നത്തെ നിയുക്ത വരൻ സ്റ്റാൻലിയുടെയും നിയുക്ത വധു പ്രിസ്കില്ലയുടെയും വിവാഹത്തോടനുബന്ധിച്ച് കടന്നു വന്നിരിക്കുന്ന ആദരണീയരായിരിക്കുന്ന കർത്തൃദാസന്മാർ, ഇരുഭാഗത്തു നിന്നും കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ചാർച്ചക്കാർ, സ്നേഹിതർ, സഭാവിശ്വാസികൾ, വാത്സല്യ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ളതായ എന്റെ സ്നേഹവും വന്ദനവും സ്വാഗതവും ഇത്തരണത്തിൽ ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം ഇന്ന് വിവാഹ നടത്തുവാനായി മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന കർത്തൃദാസൻ പാസ്റ്റർ അലക്സ് ജോൺ അവറുകൾ, അദ്ദേഹത്തുള്ളതായ എന്റെ സ്നേഹവും നന്ദിയും സ്വാഗതവും ഇത്തരണത്തിൽ ഞാൻ അറിയിക്കുക. വചന ശുശ്രൂഷയ്ക്കായി കടന്നു വന്നിരിക്കുന്ന
പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് കടന്നു വന്നിരിക്കുന്ന പാസ്റ്റർ ജോഷുവ, വരന്റെ ഭാഗത്തു നിന്ന് ദൈവവചനം പറയുവാനായി കടന്നു വന്നിരിക്കുന്ന കർത്താവിൽ പ്രസിദ്ധനായിരിക്കുന്ന പാസ്റ്റർ റെയ്സൻ തോമസ്, ഈ സ്റ്റേജിൽ സന്നിഹിതരായിരിക്കുന്ന അനുഗ്രഹീതനായ കർത്താവിൽ പ്രസിദ്ധനായ പാസ്റ്റർ സുരേഷ് ബാബു, പാസ്റ്റർ കെറ്റി തോമസ്, പാസ്റ്റർ CS തോമസ്, പാസ്റ്റർ തോമസ് ജോൺ, പാസ്റ്റർ അജു ജേക്കബ്, മറ്റ് കർത്തൃദാസന്മാർ, ഇന്ന് വിവാഹിതരാകുന്ന നിയുക്ത വരൻ സ്റ്റാൻലി, നിയുക്ത വധു പ്രിസ്കില്ല, ഗാനങ്ങൾ ആലപിക്കുന്ന ലോഡ്സിന്റെ നേതൃത്വത്തിൽ ഗാനങ്ങൾ ആലപിക്കുന്ന പ്രിയ ജീസൻ, അതേപോലെ തന്നെ മറ്റ് ഗായകര്, എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള എന്റെ സ്നേഹവും സ്വാഗതവും നന്ദിയും ഈ തരുണത്തിൽ അറിയിക്കുന്നു. ഇന്ന് വിവാഹിതനാകുന്ന നിയുക്ത വരനെക്കുറിച്ച് ഒരു വാക്ക് പറയട്ടെ. സ്റ്റാൻലിയെക്കുറിച്ച്. സ്റ്റാൻലി വടവാതൂര് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഒരു സജീവ അംഗമാണ്. വളരെ നല്ല ആത്മീക പൈതൃകമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെടുവാനുള്ള മഹാഭാഗ്യം സ്റ്റാൻലിക്ക് കൊടുത്തു. തന്റെ മാതാപിതാക്കൾ വളരെ സൗമ്യരും സുവിശേഷത്തെ സ്നേഹിക്കുന്നവരും വളരെ ആത്മീകമായി മുൻനിരയിൽ നിൽക്കുന്നവരുമാണ്. തന്റെ പിതാവ് റോയ്ചായൻ മസ്കറ്റിൽ ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. ഒരു കുടുംബമായി എല്ലാവരും അവിടെ ആയിരുന്നെങ്കിലും ഇപ്പോൾ വാത്സല്യ റോയ്ചാൻ അവിടെയാണ്. എന്നാൽ മാതാവ് സാലിയാന്റി ഞങ്ങളോട് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്നു. സ്റ്റെഫി, ക്രിസ്റ്റി, 2 സിസ്റ്റർമാർ പ്രിയ സ്റ്റാൻലിക്കുണ്ട്. അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. സ്റ്റാൻലി വിദ്യാഭ്യാസാനന്തരം സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാനും നല്ല ഒരു വർഷിപ്പ് ലീഡറും നല്ല ഒരു ഗായകനും ഇന്ത്യയിൽ പല ഭാഗങ്ങളിലായി കടന്നുപോയി കർത്താവിന്റെ മഹത്വമുള്ള വേലയിൽ വളരെ ശുഷ്കാന്തിയോടെ കർത്താവ് കൊടുത്ത താലന്തനുസരിച്ച് പ്രവർത്തിച്ചു വരുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ആത്മീയ രംഗത്ത് ഈ ചെറുപ്രായത്തിലെ മുൻപന്തിയിൽ നിൽക്കാനുള്ള മഹാഭാഗ്യം സ്റ്റാൻലിക്ക് കൊടുത്തതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ചെറുപ്രായത്തിൽ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ ആത്മീയ കാര്യത്തിനു വേണ്ടി ആഗ്രഹമുണ്ടാകുക എന്നുള്ളത് എത്രയോ അനുഗ്രഹിക്കപ്പെട്ടൊരു കാര്യമാണ്. ദൈവമുള്ള യേശുക്രിസ്തുവിനെ മുൻനിരയിൽ നിർത്തിക്കൊണ്ട്, മുൻപന്തിയിൽ നിർത്തിക്കൊണ്ട് എല്ലാമായി അംഗീകരിച്ചുകൊണ്ട് നിൽക്കാനുള്ള മഹാഭാഗ്യം പ്രിയ മകന് കൊടുത്തോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ അറിവ് ശരിയെങ്കിൽ പ്രിസ്കിലയും അങ്ങനെ തന്നെ നല്ല ഒരു ആത്മീക നിലവാരമുള്ള ഒരു കർത്തൃദാസന്റെ മകളാണ്. ഒരു കുടുംബമായി ഡൽഹിയിൽ ഒരു വലിയ ചർച്ചിന്റെ പാസ്റ്ററായി സേവനമനുഷ്ഠിക്കുന്നു. ആ കർത്തൃദാസനെയും ആ കർത്തൃദാസിയെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിസ്കിലയുടെ മാതാപിതാക്കളെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ ആത്മീയ രംഗത്ത് മുൻനിരയിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവരുടെ വിവാഹമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. എല്ലാ അനുഗ്രഹവും പ്രിയപ്പെട്ടവരുടെ മേലിന്ന് കർത്താവ് വർഷിപ്പിക്കട്ടെ. കടന്നുവന്ന എല്ലാവരെയും, ഈ വിവാഹ ശുശ്രൂഷയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ എന്റെ നന്ദിയും സ്നേഹവും ഞാൻ അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. തുടർന്ന് മെസ്സേജ് പറയുവാൻ വേണ്ടി പെൺകുട്ടിയുടെ ഭാഗത്ത് കടന്നു വന്നിരിക്കുന്ന ബ്രദർ ജോഷുവ ഡേവിഡ് കർത്തൃദാസൻ, അത് കൊടുത്ത സമയത്തിനുള്ളിൽ സമയം കൃത്യമായിട്ട് എല്ലാവരും പാലിക്കണമെന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്. കൊടുത്ത സമയത്തിനുള്ളിൽ എല്ലാവരും സമയം പാലിച്ച് പ്രസംഗ ശുശ്രൂഷ മറ്റുള്ള എല്ലാ ശുശ്രൂഷകളും നിർത്തണമെന്നുള്ള കാര്യം പ്രത്യേകാൽ ഓർപ്പിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. കർത്തൃദാസനെ വചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. I greet you all in the matchless name of Jesus Christ. I need to apologize because I cannot speak in Malayalam, but one day I shall. I'm so glad that I got opportunity to come for this wonderful wedding of two my favorite people, of Priscilla and Stanley, and I have had honor of knowing them for quite a long time now. We have been working very closely to each other, and it is such a joy today to witness what God is doing together, bringing two individuals
making them one. I pray that that original idea, that original plan that God had when He gave man a woman, as we celebrate that, we're going to witness a miracle that will not only transform their life, but I pray will bless every one of our life. So today, in short, I want to share something that Lord laid on my heart.